നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് നാം നിത്യവും ജപിക്കേണ്ട വിഷ്ണു ഗായത്രി ഉണ്ട്. അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഗായത്രി മന്ത്രം നമ്മൾ ശ്രീ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ പോയിട്ട് നടയുടെ വാതിക്കൽ ഇരുന്ന് കൊടിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈ ഗായത്രി മന്ത്രം 3 വരിയെങ്കിലും നിങ്ങൾ ജപിക്കണം. അതുകൂടാതെ മറ്റുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയി വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ഈ വിഷ്ണു ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ പോയി ജപിക്കണം. കൂടാതെ വീട്ടിലാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും 9 തവണയോ 12 തവണയോ 27 തവണയോ 108 തവണയോ ജപിക്കാം. ഇങ്ങനെ നിത്യവും ജപിച്ചു പോന്നാൽ നമുക്ക് വർദ്ധിച്ച ധനം ഉണ്ടായി വരും. കാലാനുഗുണമായി എല്ലാവിധ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതി, തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ പുരോഗതി, അങ്ങനെ ഏത് മേഖലയിലായാലും ശരിനേക്ക് പുരോഗതി ഉണ്ടാകും. അതിന് ജപിക്കേണ്ട ഗായത്രി മന്ത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓം നാരായണായ വിദ്മഹേ വസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഒന്നുകൂടെ പറയാം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നു വിഷ്ണു പ്രചോദയാത്. ഈ ഗായത്രി മന്ത്രമാണ് നിത്യവും ജപിക്കേണ്ടത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവരും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.